തിരുവനന്തപുരം ബാലരാമപുരത്തെ 2.5 വയസ്സുകാരുടെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാറിന് റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. സഹോദരിയോടുള്ള കടുത്ത വിരോധമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണം. കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തതോടെ തന്നോടുള്ള സ്നേഹം കുറഞ്ഞെന്ന് പ്രതിക്ക് തോന്നി. പരസ്ത്രീ ബന്ധം സഹോദരി വിലക്കിയതും ഹരികുമാർ വിരോധത്തിന് കാരണമായെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ദേവേന്ദ്രന്റെ അമ്മ ശ്രീധുവിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ വെച്ചാണ് പോലീസിന്റെ ചോദ്യം ചെയ്യൽ. MG പ്രതീഷ് തിരുവനന്തപുരത്ത് ചേർന്നു. MG പ്രതീഷ്, ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും നമ്മൾ തേടിയത് കൊലപാതകത്തിന്റെ കാരണത്തെക്കുറിച്ച്, മോട്ടീവിനെ കുറിച്ചാണ്. ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്ന മോട്ടീവ് ഈ സഹോദരിക്ക് സഹോദരിയുള്ള കടുത്ത വിരോധം, സഹോദരൻ സ്ത്രീ ബന്ധങ്ങൾ വിലക്കിയതിലുള്ള വിരോധം, ഒപ്പം ദേവേന്ദു എന്ന കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ സഹോദരിക്ക് തന്നോടുള്ള സ്നേഹത്തിൽ കുറവ് വരുന്നുവെന്ന വല്ലാത്ത രീതിയിൽ ഒരു അനുമാനത്തിലും പോലീസ് എത്തിച്ചേർന്നു. റിമാൻഡ് റിപ്പോർട്ടുമായി കൂട്ടിച്ചേർക്കുമ്പോൾ ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് അതെന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സീതുവിന്റെ ചോദ്യം ചെയ്യൽ റിമാൻഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തുടർ നടപടിയിൽ കാര്യം കടക്കാൻ സാധ്യതയുണ്ടോ? ഹരി ഇപ്പോൾ അമ്മാവന് പുറമെ ഇവർ കൂടി പ്രതിയാകാനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണോ? സുഹൈൽ, 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ ക്രൂരമായ കൊലപാതകത്തിൽ ഇനിയും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ബാക്കിയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് പ്രതി ഹരികുമാറിന് സഹോദരിയായ ശ്രീധുവിനോട് വൈരാഗ്യമുണ്ടായിരുന്നു. കാരണം ഈ കുഞ്ഞ് വന്ന ശേഷം തനിക്ക് ഈ സഹോദരിക്ക് താനുമായുള്ള അടുപ്പം കുറഞ്ഞു എന്നതാണ് പ്രതി പറയുന്ന കാര്യം. ഒപ്പം ഈ കുഞ്ഞിന്റെ കരച്ചിൽ, വീട്ടിൽ ഇവർ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്, ഈ കുട്ടിയുടെ കരച്ചിൽ പലപ്പോഴും പ്രതിക്ക് അരോചകമായി തോന്നി എന്നുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുഞ്ഞിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തതോടുകൂടി തന്നെ സഹോദരി ശ്രീധുവിനോട് പ്രതി ഹരികുമാറിന് വൈരാഗ്യം തോന്നി. അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ കാരണമായി പറയുന്നത്. മറ്റൊന്ന്, ഈ പ്രതി ഹരികുമാറിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. ഇത് സഹോദരി ശ്രീധു തടഞ്ഞു. ഇതും വ്യക്തിവൈരാഗ്യത്തിന് കാരണമായി എന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ വ്യക്തതകൾ ഈ കേസിൽ വരാനുണ്ട്. കാരണം ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുന്ന തരത്തിലേക്കുള്ള ക്രൂരമായ ഒരു കൃത്യത്തിലേക്ക് പ്രതി പോകാനുള്ള കാരണം ഇതൊക്കെയാണോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. മാത്രമല്ല, ഈ നാട്ടുകാരടക്കം പറയുന്നത് പ്രതി ഹരികുമാർ ഒറ്റയ്ക്ക് ഈ കൃത്യം ചെയ്യില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പോലീസിന് ഇനിയും കൂടുതൽ വ്യക്തത വരുത്താനുണ്ട്. കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് ശേഖരിക്കാനുണ്ട്. അതിന്റെ കൂടി ഭാഗമായാണ് ഈ കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെ ഈ രാത്രി വൈകിയും ചോദ്യം ചെയ്യുന്നത്. SP യുടെ നേതൃത്വത്തിലാണ് ഈ അമ്മയെ പാർപ്പിച്ചിരിക്കുന്ന മഹിളാ മന്ദിരത്തിലെത്തി ചോദ്യം ചെയ്യൽ തുടരുന്നത്. ഈ വൈകിയ മണിക്കൂറിലും ചോദ്യം ചെയ്യൽ തുടരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ പ്രതി ഓരോ മണിക്കൂറിലും ഈ മൊഴികൾ മാറ്റി പറയുന്ന സാഹചര്യമാണുള്ളത്. അതാണ് പോലീസിനെ ഏറ്റവും കൂടുതൽ ഈ കേസിൽ കുഴപ്പിച്ചത്. മാത്രമല്ല, ഈ പ്രതി 6 വർഷമായി മാനസിക പ്രശ്നത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണെന്ന് കൂടി ബന്ധുക്കൾ മൊഴി നൽകിയതോടുകൂടി തന്നെ ഇനി ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ പോലീസിന് മരണവുമായി ബന്ധപ്പെട്ട അമ്മ ശ്രീധുവിനെ രാത്രി വൈകി മഹിളാ മന്ദിരത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ മോട്ടീവ് എന്ന ചോദ്യത്തിന് ഏറെക്കുറെ ഉത്തരമാകുന്നു. സഹോദരനോടുള്ള കടുത്ത വിരോധം. ഈ വിരോധത്തിന് കാരണം ദേവേന്ദു എന്ന മകൾ ഉണ്ടായതിനു ശേഷം സഹോദരിക്ക് തന്നോടുള്ള സ്നേഹം കുറഞ്ഞെന്ന സഹോദരന്റെ അനുമാനം. അതിനപ്പുറത്തേക്ക് സഹോദരന്റെ പരസ്ത്രീ ബന്ധം വിലക്കിയതിലുള്ള പ്രതിരോധം, പ്രതികാരം, ഇങ്ങനെ പല അനുമാനങ്ങളിലേക്കാണ് പോലീസ് എത്തിച്ചേരുന്നത്. എന്തായാലും ദുരൂഹതകളേറെ നീക്കാൻ ബാക്കിയുണ്ട്.